അപ്പൊ കാക്കയുടെ രൂപത്തിലുള്ള യമരാജൻ അത് കണ്ടു പറഞ്ഞു, നിനക്ക് അത്യാഗ്രഹം കൂടുതലാണ്. പാവങ്ങളെ പറ്റിക്കുന്നോ? കണ്ടോളൂ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. കാക്കയെ പോലുള്ള യമരാജൻ ആ കല്ലുകൊണ്ടുള്ള ഗദ അതിന്റെ കഴുത്തിൽ എപ്പോഴും ഉള്ളതുപോലെ ചെയ്തു. മൂങ്ങ വീട്ടിൽ ചെന്ന് അതിന്റെ ഗദ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതിനെ എടുക്കാനേ കഴിഞ്ഞില്ല. എത്രത്തോളം അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രയ്ക്കും അത് വലുതാവാൻ തുടങ്ങി. അതിന്റെ ഭാരം മൂങ്ങയ്ക്ക് താങ്ങാനേ കഴിഞ്ഞില്ല. അടുത്ത ദിവസം മറ്റുള്ള പറവകളെല്ലാം മൂങ്ങയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ നിമ്മി അതിന്റെ അടുത്തേക്ക് വന്നു. മൂങ്ങ നിമ്മിയോട് പറഞ്ഞു, അനിയത്തി, എന്നോട് ക്ഷമിക്കൂ. എന്റെ അത്യാഗ്രഹം കൊണ്ട് നിന്റെ കയ്യിലുള്ള പഴങ്ങളെല്ലാം ഞാൻ എടുക്കാൻ നോക്കി. അതിന് എനിക്ക് ശിക്ഷ കിട്ടി. എന്നോട് ക്ഷമിക്കൂ. നിന്റെ ദൈവത്തിനോട് പറഞ്ഞ് എന്നെ രക്ഷിക്കൂ. ദൈവം എന്നെ കൊണ്ടുപോകാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാം, നിനക്കുള്ള ഈ കഷ്ടം കുറയ്ക്കാൻ പറയാം. വൈകുന്നേരം കാക്കയുടെ രൂപത്തിലുള്ള യമരാജൻ നിമ്മിയുടെ അടുത്തേക്ക് വന്നു ഇങ്ങനെ പറഞ്ഞു, വരൂ നിമ്മി, നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ തീർച്ചയായും വരാം. എന്റെ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഭേദമായി. പക്ഷേ യമരാജ, നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. മൂങ്ങയുടെ കഷ്ടം കുറച്ചൂടെ? അദ്ദേഹം എന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. നിമ്മി, നീ വളരെ നല്ലവളാണ്. നീ പറഞ്ഞ ഒരേ ഒരു കാരണം കൊണ്ട് ഞാൻ അവനെ മോചിപ്പിക്കാം. മൂങ്ങയുടെ കഥ അപ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് നിമ്മി യമരാജനോടൊപ്പം അവിടെ നിന്ന് പോയി.